അടുത്തതായി തൃണാവർത്തനാണ് ശ്രീകൃഷ്ണനെ വധിക്കുന്നതിനായി വന്നു ചേരുന്നത്. കംസന്റെ ആജ്ഞയനുസരിച്ചാണ് തൃണാവർത്തൻ എന്ന അസുരനും വന്നു ചേരുന്നത്. ആ അസുരൻ അമ്പാടിയിലെത്തി മായാപ്രയോഗത്താൽ സ്വശരീരം അദൃശ്യമാക്കി തീർത്തു. യശോദ പുത്രനെ മടിയിലിരുത്തി അമ്മിഞ്ഞു നൽകുന്നതിനിടയിൽ അവന് പർവ്വത ശിഖരം പോലെ ഭാരം കൂടുന്നതായി അനുഭവപ്പെട്ടു. അതുകൊണ്ട് അവനെ എടുക്കുക സാധ്യമല്ല. കിടക്കയിൽ അവനെ കിടത്തുന്നതിനായി യശോദ തുനിഞ്ഞു. അപ്പോൾ നടക്കാൻ വയ്യാത്തതായി വീഴാൻ തുടങ്ങുന്നതായി യശോദയ്ക്ക് തോന്നി. അതിനാൽ കുഞ്ഞിനെ അവിടെ നിലത്ത് കിടത്തിയിട്ട് യശോദ വിഷ്ണുവിനെ ധ്യാനിച്ചുകൊണ്ട് അല്പസമയം ഇരുന്നു. പിന്നീട് മുഖവും പാദവും കഴുകുന്നതിന് എഴുന്നേറ്റ് നടക്കുമ്പോൾ തൃണാവർത്തൻ എന്ന അസുരൻ ചുഴലിക്കാറ്റായി വന്ന് ഉണ്ണിയെ ചുറ്റിയെടുത്തുകൊണ്ട് ഉയർന്നു. ചുഴലിക്കാറ്റായതുകൊണ്ട് പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ തിങ്ങി ഇരുട്ട് വ്യാപിച്ചു. ഇരമ്പലും മുഴക്കവും ഒന്നിനൊന്നായി വർദ്ധിച്ചു വന്നു. അതിനിടയ്ക്ക് ആ അസുരൻ ശ്രീകൃഷ്ണനെയും എടുത്തുകൊണ്ട് ഉയർന്നു പൊങ്ങി. കുഞ്ഞിനെ കാണാതായപ്പോൾ യശോദ നെഞ്ചത്തടിച്ചു നിലവിളിച്ചു. ഗോപീജനങ്ങളെല്ലാം ദുഃഖാധിക്യം മൂലം നിലത്തു വീണ് ഉറക്കെ കരഞ്ഞു. നന്ദഗോപന്റെ അവസ്ഥയും ദയനീയമാണ്. ഉണ്ണിയെ കാണാതായി എന്നറിഞ്ഞപ്പോൾ നന്ദഗോപൻ മരപ്പാവയെപ്പോലെ സ്തബ്ധനായി ഇരുന്നു പോയി. ഇതിനിടയ്ക്ക് യശോദ മോഹാലസ്യപ്പെട്ടു. പൊടിപടലങ്ങൾ മൂലം കണ്ണുകാണാനാവാതെ വലയുന്ന ഗോപാലന്മാർ പാരവശ്യം മൂലം ഒന്നും ചെയ്യാനാവാത്ത നിലയിലായി. മേഞ്ഞുകൊണ്ടിരുന്ന പശുക്കൾ കുന്നിൻ ചെരുവുകളിൽ നിന്ന് വാലും ഉയർത്തിക്കൊണ്ട് നാലുപാടും ഓടി. ഏവരും അപ്പോഴനുഭവിച്ച ഭീതിയും ദുഃഖവും എത്രമാത്രമാണെന്ന് പറയുക സാധ്യമല്ല. ആ ചുഴലിക്കാറ്റും പൊടിപടലങ്ങളും മറ്റും നിലച്ച് അന്തരീക്ഷം തെളിഞ്ഞപ്പോൾ ആകാശത്തിൽ നിന്ന് വട്ടശിലകളും കല്ലുകളും പാറകളും മുട്ടികളും ഭൂമിയിൽ വീണു. ഗോപാലന്മാർ അത് കണ്ട് പേടിച്ചോടാൻ തുടങ്ങി. അപ്പോൾ അസുരേന്ദ്രനായ തൃണാവർത്തൻ ശ്രീകൃഷ്ണനെയും കൊണ്ട് നോക്കെത്താ ദൂരത്തോളം ആകാശത്തിലേക്ക് ഉയർന്നു. താൻ ഉദ്ദേശിച്ചതുപോലെ കാര്യം നടന്നിരിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് അസുരൻ ഉണ്ണികൃഷ്ണനെ കൊന്നു തിന്നാൻ തുടങ്ങുമ്പോഴാണ് ഭഗവാന്റെ അത്ഭുതകരമായ വീര്യം പ്രവർത്തിക്കുന്നത്. കയ്യിലിരിക്കുന്ന ഉണ്ണിയുടെ ഭാരം വർദ്ധിച്ചു തുടങ്ങി. താങ്ങാനാകാത്ത വിധത്തിൽ ഭാരം വർദ്ധിച്ചു. അസുരൻ തളർന്നു വലയാനും തുടങ്ങി. അനായാസമായി തൃണാവർത്തൻ പൊക്കിയെടുത്തുകൊണ്ട് ആകാശത്തിലേക്ക് ഉയർന്നപ്പോൾ ബാലന് സാധാരണ ഭാരമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആകാശത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ബാലന്റെ ഭാരം പർവ്വതത്തിന് തുല്യമായി വർദ്ധിച്ചു. അപ്പോൾ ആ അസുരന് പിന്നെയും പൊങ്ങുക അസാധ്യമായി. മാത്രമല്ല തൃണാവർത്തന്റെ ശരീരം വട്ടത്തിൽ കറങ്ങാനും തുടങ്ങി. ആ അസുരൻ കുഴങ്ങി. പിന്നെ തന്നോട് പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ ബാലന്റെ ശരീരം വേർപെടുത്തിയാൽ മതിയെന്നായി ആ അസുരന്. അതിന് ശ്രമിച്ചു നോക്കി. പക്ഷേ ഫലിച്ചില്ലെന്ന് മാത്രമല്ല, ആ ബാലകൻ കെട്ടിപ്പിടിച്ച് അസുരനെ വീർപ്പ് മുട്ടിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഉണ്ണിയായ ശ്രീകൃഷ്ണൻ കൈകൾ തൃണാവർത്തന്റെ കഴുത്തിനെ മുറുക്കുക തന്നെ ചെയ്തു. അസുരന് ശ്വാസം വിടാൻ ആവതില്ലാതെയായി. അവന്റെ തല അങ്ങോട്ടും ഇങ്ങോട്ടും പിടഞ്ഞു. അവന്റെ കണ്ണുകൾ തുറിച്ചു വന്നു. അവൻ വേഗത്തിൽ നിശ്ചേഷ്ടനായി മാറി. അതോടെ അവന്റെ ഉടൽ കീഴ്പോട്ടു വീണു. വട്ടശിലയുടെ മീതെ തൃണാവർത്തൻ മരിച്ചു വീണു. ശിവന്റെ അസ്ത്രം ഏറ്റപ്പോൾ താരകാസുരപുത്രൻ എന്ന പോലെയാണ് തൃണാവർത്തൻ തകർന്നത്. അവൻ നിലത്ത് വീണപ്പോഴും കൃഷ്ണൻ ആ നെഞ്ചിലുണ്ടായിരുന്നു. താരകസൂനു ഇവിടെ ത്രിപുരവധമാണ് ഉദ്ദേശിക്കുന്നത്. ത്രിപുരന്മാർ താരകാസുരന്റെ പുത്രന്മാരാണ്. ഇവർ ശിവനാൽ വധിക്കപ്പെട്ടു. അങ്ങനെ ശിവൻ ത്രിപുരാന്തകരായി. നിലത്ത് വീണ തൃണാവർത്തന്റെ ശരീരം ചോരയും ചേറും കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. അത് കണ്ട് ഗോപികമാർ എല്ലാവരും വല്ലാതെ ഭയപ്പെട്ടു പരിഭ്രമിച്ചു. പക്ഷേ ഉണ്ണിയായ കൃഷ്ണന് ഒരു അപകടവും ഉണ്ടായില്ല എന്ന് കണ്ടപ്പോൾ അവർ സന്തോഷിച്ചു. അങ്ങനെ അവനെ വാരിയെടുത്ത് മാറോടണച്ച് അവർ കരഞ്ഞു കുഴഞ്ഞിരുന്ന യശോദയുടെ കൈകളിൽ ആ കുഞ്ഞിനെ അവർ വെച്ചുകൊടുത്തു. മരിച്ച ഒരാൾ തിരിച്ചു വന്നാൽ ഏത് വിധമാണോ ആ വിധത്തിലുള്ള വിസ്മയമാണ് യശോദയ്ക്ക് ഉണ്ടായത്. ആ വിസ്മയത്തിൽ യശോദ ഏറെ സന്തോഷിച്ചു എന്ന് വിവരിക്കാൻ 1000 നാവുകൾക്ക് പോലും സാധിക്കുകയില്ല. നന്ദഗോപന്റെ കാര്യം പറയാനുണ്ടോ? നന്ദഗോപൻ ആനന്ദ സമുദ്രത്തിൽ നീന്തി തുടിക്കുക തന്നെ ചെയ്തു. ഗോപാലകർ എല്ലാവരും ആ ആനന്ദത്തിൽ പങ്കുചേരുകയും ചെയ്തു. അവർ പറഞ്ഞു, താമരക്കണ്ണനായ ഉണ്ണിയെ ഘോരനായ അസുരൻ ചുഴലിക്കാറ്റായി വന്ന് എടുത്തുകൊണ്ട് ആകാശത്തിലേക്ക് ഉയർന്നപ്പോൾ നാം എത്രയധികം പരിഭ്രമിച്ചു. എന്നാൽ ആ അസുരൻ തന്നെ ഇതാ ഈ പാറമേൽ തകർന്നു വീണിരിക്കുന്നു. നമ്മുടെ ഉണ്ണിയോ ഒരാപത്തുമില്ലാതെ അവന്റെ നെഞ്ചിൽ ഇരിക്കുകയും ചെയ്യുന്നു. അത്ഭുതമെന്നല്ലാതെ എന്ത് പറയട്ടെ. ജഗദീശ്വരനായ ഭഗവാൻ നാരായണൻ തന്നെയാണ് നമ്മുടെ ഉണ്ണിയെ രക്ഷിച്ചത്. തീർച്ച.
തൃണാവർത്താസുര വധം കഴിഞ്ഞപ്പോൾ ഗോപികമാരുടെ ഭയവും പരിഭ്രമവും അകന്നു. യശോദ സന്തുഷ്ടയായി. നന്ദഗോപർ അതിലേറെ സന്തുഷ്ടയായി. അങ്ങനെ ആ അന്തരീക്ഷം സുപ്രസന്നമാവുകയും ചെയ്തു.